ശിവ, ഈ സ്വത്തെല്ലാം അവളുടെ 23 വയസ്സിൽ മാത്രമേ കയ്യിൽ വരികയുള്ളൂ. അവൾക്ക് 23 ആവാൻ ഇനി 6 മാസമുണ്ട്. അതിനുള്ളിൽ അപ്പോഴേക്കും പാറു കതക് തള്ളി തുറന്ന് ഉള്ളിൽ കയറി. അതെ, ഞാൻ തന്നെ. നീ എൻ്റെ ഏട്ടിനെ ചതിക്കുമായിരുന്നല്ലേ? പാറു ദേഷ്യത്തോടെ അതിലുപരി സങ്കടത്തോടെ ചോദിച്ചു. ശിവ, നീ ഇവളെപ്പറ്റി പറഞ്ഞപ്പോൾ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല. വെരി ഹോട്ട് ആൻഡ് സെക്സി, വിവേക് പാറുവിനെ ചുഴന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും പാറു അറപ്പോട് മുഖം തിരിച്ചു. അതടി, നിന്റെ ചീട്ടനെ ഞങ്ങൾ ചതിച്ചത് തന്നെയാ. നീ ചെവി തുറന്നു വെച്ച് കേട്ടു ഗൗരി. നീ വിചാരിക്കുന്ന പോലെ നിൻ്റെ ഏട്ടനോട് എനിക്ക് പ്രേമവും കൂപ്പൊന്നുമില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് മണി. ശിവാനി പുച്ഛത്തോടെ മുഖം തിരിച്ചു. ഷേ, നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇത്രയും തരം തരാൻ പറ്റുന്നു? ഞാനിപ്പോൾ തന്നെ ഏട്ടോട് പറയാൻ പോവാം. അവൾ മുഖം തിരിച്ചു പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടക്കാനൊരുങ്ങി. അവൾ നടന്നു ഹാളിലെത്തി. ശിവയും വിവേകും അവളുടെ പുറകെ വെച്ച് പിടിച്ചു. പൊന്നുമോൾ നിന്നാട്ടെ, ഞങ്ങൾക്കറിയാം ഇത് നിൻ്റെ ഏട്ടനോട് പറയുമെന്ന്. പക്ഷേ അത് നിൻ്റെ ഏട്ടൻ വിശ്വസിക്കില്ല. അത്രയും നിന്നെ പറ്റിയുള്ള വിഷം ഞാൻ അവൻ്റെ ഉള്ളിൽ നിറച്ചിട്ടുണ്ട്. ഞാൻ കീ കൊടുത്താടുന്ന ഒരു പാവയാണ്. അവനെ ഞാൻ യൂസ് ചെയ്തതാ. വലിയ പോലീസേമാൻ പെണ്ണിൻ്റെ മുന്നിൽ മൂക്കും കുത്തി വീണു. കുറേ കണ്ണീർ കാണിച്ചപ്പോൾ അവൻ ഞാൻ പറഞ്ഞെല്ലാം വിശ്വസിച്ചു. ഈ പ്രഗ്നൻസി പോലും പെണ്ണ് വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ലല്ലോ. ശിവരു പുച്ഛത്തോടെ പറഞ്ഞു. സത്യങ്ങളെല്ലാം വിളിച്ചു പറയുമ്പോൾ അവൾ അറിഞ്ഞില്ല അവൾക്കുള്ള കുഴി സ്വയം അവൾ കുഴിച്ചെന്ന്. അപ്പോഴാണ് രുദ്രൻ അവിടേക്ക് കയറി വന്നത്. രുദ്രൻ കയറി വന്നപ്പോൾ കാണുന്നത് ശിവാനിയും വിവേകിനെയും അവർക്ക് അഭിമുഖമായി നിൽക്കുന്ന പാറുവിനെയുമാണ്. വിവേകിനെ കണ്ട് രുദ്രൻ്റെ കണ്ണുകൾ ചുരുങ്ങി. രുദ്രനെ കണ്ട ശിവാനി ആദ്യമൊന്ന് പതറി. എന്നിരുന്നാലും വേഗം അവനെ പോയി പുണർന്നു. കരയാൻ തുടങ്ങി. ഇവർ എന്നെ അവളെ തേങ്ങി തേങ്ങി രുദ്രനോട് പറയാൻ തുടങ്ങി. ശിവാനി, എന്തിനെ കരയണേ? കരയത് കാര്യം പറ. രുദ്രൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പാറുവിൻ്റെ കാമുകന. ഞാനത് കണ്ടുപിടിച്ചപ്പോൾ ഇവരിരുവരും ചേർന്ന് എന്നെ നമ്മുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കി. അവൾ കള്ളക്കരച്ചിലോട് പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കേട്ട പാറുവിൻ്റെ ദേഷ്യം മരിച്ചു കയറി. ആ സമയം അവൾ രുദ്രനെ വിവേകോ അവിടെ നിൽക്കുന്നുണ്ടെന്ന് ചിന്തിച്ചില്ല. അവൾ പോയി രുദ്രൻ്റെ നെഞ്ചിൽ നിന്ന് ശിവയെ വലിച്ചൊന്നു കൊടുത്തു. അടിയിൽ വീഴാൻ പോയ ശിവയെ രുദ്രൻ പിടിച്ചു. ആ സമയം രുദ്രൻ്റെ കണ്ണുകൾ ചുവപ്പ് രാശി പടർന്നിരുന്നു. അവൻ ശിവയെ നേരെ നിർത്തി പാറുവിനെ പിടിച്ചൊന്നു കൊടുത്തു. എന്താ നടന്നെന്ന് മനസ്സിലാക്കാൻ പാറുവിന് നിമിഷം വേണ്ടി വന്നു. ഏട്ട, പാറുവിൻ്റെ ശബ്ദമിടറി. വിഷമം കാരണം ശബ്ദം പുറത്തു വരുന്നില്ല എന്ന് പറയുന്നതാവും ശരി. അതെ, നിന്റെ ഏട്ടൻ തന്നെ. ശിക്ഷിക്കേണ്ട സമയത്ത് ലാളിച്ചും കുളിച്ചും വഷളാക്കില്ലേ, അതിന് തന്നെ പ്രതിഫലമാണുടി. അവൻ പാറുവിനെ പിടിച്ചു ഒന്നുകൂടെ മാറു കവളിൽ കൊടുത്തു. ശിവ, നിന്നെപ്പറ്റി പലതും പറഞ്ഞെങ്കിലും ഒന്നുപോലും ഞാൻ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. ഇന്നെല്ലാം ബോധ്യമായി. അതെങ്ങനെയാ? അമ്മയുടെ സ്വഭാവമല്ലേ മോൾക്കും വരുള്ളൂ. ആദ്യം സങ്കടത്തിൽ പറഞ്ഞെങ്കിലും അവസാനം പുച്ഛത്തിലെത്തി നിന്നു. വേണ്ട, അവൾക്ക് ഇഷ്ടമുള്ള ആളോടൊപ്പം ജീവിച്ചോട്ടെ. വേണ്ട, വിട്ടേക്ക്. ശിവ നല്ല പിള ചമഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാൽ പാറു ചുറ്റും നടക്കുന്നൊന്നും അറിഞ്ഞില്ല. അവൻ പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങി നിൽക്കുവാണ്. പാറു, നീ ഇങ്ങനെയാണെന്ന് ഈ വീട്ടിൽ ആർക്കും അറിയില്ല. നിന്റെ നല്ല ഇമേജ് അങ്ങനെ തന്നെ നിൽക്കട്ടെ, രുദ്രൻ പറഞ്ഞു. പെട്ടെന്ന് ശിവ മുന്നിൽ വന്നു. പാറുവിനൊന്ന് കൊടുത്തു. ശിവ. രുദ്രൻ അലറി. ഇതെന്തിനാണെന്ന് മനസ്സിലായോ? ഇത്രയും നല്ല കുടുംബത്തിനെ ചതിച്ചതിന് നിനക്ക് ഇവിടെ ഇരിക്കാന്ന് വെച്ച പൊക്കും ഞാൻ അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചോളാം. ശിവരു പുച്ഛത്തോടെ പറഞ്ഞു. നിനക്കിനി ഇങ്ങനൊരു ചേട്ടനില്ല പാറു എന്ന് പറഞ്ഞ് രുദ്രൻ റൂമിൽ പോയി. പറഞ്ഞല്ലോ, പൊന്നാരേട്ടൻ പറഞ്ഞത് വാടി. ഇവിടെ വേണ്ട. ശിവ പാറുവിൻ്റെ മുടിക്കുത്തിനെ പിടിച്ചു വലിച്ചു പുറത്തേക്ക് തള്ളി. ഇങ്ങോട്ടാന്ന് വെച്ച പൊക്കു. നിന്നെ നീ ദേവമംഗലത്ത് കണ്ടുപോകരുത്. വിവേക്, നീ പൊക്കോ, ഇനി എപ്പോഴേലും മീറ്റ് ചെയ്യാം എന്ന് വിവേകിനോട് പറഞ്ഞു. ശിവ അവൾക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടച്ചു. ഹേയ് സ്വീറ്റി, നീ വേണ്ടേ എൻ്റെ ഒപ്പം വന്നു. നോ പ്രോബ്ലം. നിനക്ക് വേണേ ഇന്നൊരു ദിവസം എൻ്റെ ഒപ്പം ചിലവഴിക്കാം. ഒരു അശ്ലീല ചൊവ്വയോടെ പാറുവിൻ്റെ കയ്യിൽ തഴുകി വിവേക് പറഞ്ഞു. പാറുവിൻ്റെ കൈ തട്ടി മാറ്റി അവൻ്റെ കർണക്കുറ്റി നോക്കിയൊന്ന് കൊടുത്തു. നിന്നെപ്പോലൊരു ആഭാസിന് മുന്നിൽ മടിക്കുത്തയച്ച അന്ന് മരണത്തെ പൊലുകും ഞാൻ. അറിയുന്നത് ഗൗരി പാർവതിയാ, ഓർത്തു വെച്ചു എന്ന് പറഞ്ഞ് അവൾ കണ്ണുകൾ തുടച്ച് ഫോൺ വിളിക്കാൻ പോയി. പൂച്ചക്കുട്ടി പോലെ ഇരുന്ന ഗൗരിയുടെ മാറ്റം വിവേകിനെ തല്ലൊന്ന് അതിശയിപ്പിച്ചു.
എന്നാൽ അവളെ കയ്യിൽ കിട്ടുമെന്ന് കരുതി അവൻ അവിടുന്ന് പോയി. ഗൗരി ഫോൺ ചെയ്ത് തൻ്റെ ഉറ്റമിത്രമായ സിദ്ധാർത്ഥിനെ ആയിരുന്നു. ഫോൺ എടുത്തപാട് ഗൗരിയുടെ കരച്ചിൽ കേട്ട് സിദ്ധാർത്ഥ തെല്ലൊന്ന് ഭയന്നു. പറു, നീ എന്തിനെ കരയണ്? സിദ്ധു, എനിക്ക് നിന്നെ കാണണം, അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. കാലം തെറ്റി വന്ന മഴയിലും ഇരുട്ടിലും അവൾ വല്ലാതെ ഭയന്നിരുന്നു. പൊന്നെ, നീ എവിടെ? കരയില്ലേ? ഞാൻ വരാം. ഞാൻ വീടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലുണ്ട്, വേഗം വാ, എനിക്ക് പേടിയാവുന്നു. പാറു എപ്പോഴും കരച്ചിൽ നിർത്തിയിരുന്നില്ല. നോക്കുവരി, പാനിക്കാവല്ലേ, ഞാൻ ദേ എത്തി, നീ ഫോൺ കട്ടാക്കരുത് കേട്ടോ, സിദ്ധു പരിഭ്രമത്തോടെ പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞു സിദ്ധു അവിടെ എത്തി. മഴയത്ത് നനഞ്ഞു നിൽക്കുന്ന അവളെ കണ്ട് അടുത്ത് കുറേ ചെറുപ്പക്കാരും അവനെ കണ്ടപ്പോൾ ആ ചെറുപ്പക്കാരെല്ലാം സ്ഥലം കാലിയാക്കി. പാറു ഡാ, സിദ്ധു അവളുടെ അടുത്തേക്ക് ഓടി. സിദ്ധു. അവനെ കണ്ട ഉടൻ അവൾ ഓടിപ്പോയി അവനെ പുണർന്ന് കരയാൻ തുടങ്ങി. എന്താടാ, എന്താ പറ്റിയ നിനക്ക്? സിദ്ധുവിന് അവളുടെ കരച്ചിൽ കണ്ട് പേടി തോന്നി. അവൾ അവിടെ സംഭവിച്ചതെല്ലാം പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞ് ശിവയെയും വിവേകിനെയും പച്ചയ്ക്ക് കത്തിക്കാൻ തോന്നി സിദ്ധുവിന്. പാർവ, നമുക്ക് ഏട്ടൻ്റെ വീട്ടിൽ പോവാം. അവൻ അവളെ കാറിനടുത്തേക്ക് കൊണ്ടുപോയി. യാത്രയിലൂടെ നീളം അവൾ കരച്ചിൽ തുടർന്നു. സിദ്ധുവിനത് കണ്ടപ്പോൾ എന്തോ മനസ്സിൽ വിങ്ങൽ അനുഭവപ്പെട്ടു. ഇതേ സമയം ദേവമംഗലം ഒരു മരണവീടിന് തുല്യമായിരുന്നു. തിരിച്ചു വന്നെല്ലാവരും പാറുവിനെ കാണാതെ തിരച്ചിലായിരുന്നു. രുദ്രൻ പറഞ്ഞ കാര്യങ്ങൾ കേക്ക് എല്ലാവർക്കും രുദ്രയോട് വെറുപ്പ് തോന്നിപ്പോയി. എങ്ങനെയാടാ നമ്മുടെ പാറുവിനെ നിനക്ക് അവിശ്വസിക്കാൻ തോന്നി? എൻ്റെ കുഞ്ഞി രാത്രിയിൽ എവിടെ പോയിട്ടുണ്ടാവും? ദേവിക പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ മറ്റുള്ളവരും മരവിച്ച അവസ്ഥയിലായിരുന്നു. ആ സമയമാണ് ആകാശും അക്ഷയും ഗൗതമും കയറി വന്നത്. വന്നപാടെ 3 പേർ രുദ്രനടുത്തേക്ക് പാഞ്ഞു. അക്ഷയ് രുദ്രൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. എല്ലാം കണ്ട് വിശ്വൻ നിശബ്ദത പാലിച്ചു. ഡാ, ഇതുവരെ നിന്നെ ഞാൻ ഏട്ടനെന്ന് വിളിച്ചിട്ടുള്ളൂ, പക്ഷേ നീ ഇന്ന് ചെയ്ത് പ്രവൃത്തി നിരതി ഈ ഭാര്യയുടെ വാക്ക് കേട്ട് എന്ന് ഞങ്ങളുടെ പെങ്ങളെ തല്ലിയോ? അന്ന് നീ ഞങ്ങൾക്ക് അന്യനായി. അക്ഷയുടെ കണ്ണുകൾ അഗ്നി ജ്വലിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ശിവരാമൻ വന്നു. അവൻ്റെ കർണക്കുറ്റി നോക്കിയൊന്ന് കൊടുത്തു. എത്ര വലിയ തെറ്റ് ചെയ്താലും അവളെ നിന്റെ ഏട്ടത്തെയാണ് വെച്ചു. അവളെയാണോ ഇങ്ങനെയൊക്കെ പറയണേ? ഈ ഭാഷ നീ എവിടെ നിന്നാണ് പഠിച്ചതും? ശിവരാമൻ ദേഷ്യത്തോടെ ചോദിച്ചു. ഏട്ടത്തെയോ? ഇവളൊക്കെ സ്ത്രീയാണോ? ആകാശ പുച്ഛത്തോടെ മുഖം തിരിച്ചു. ഡാ, അത്രയും നേരം സൈലൻ്റ് ആയിരുന്ന രുദ്രമലറി. അലറണ്ട, അവളെ തന്നെയാ എൻ്റെ പുന്നാരേട്ടത്തി. ഈ വീട്ടിൽ വന്നിട്ട് 3 മാസമെങ്കിലും ഇപ്പോൾ അറിയാത്തൊരു കാര്യമുണ്ട്. ഗൗതം പറഞ്ഞു കേട്ടും ശിവയുടെ കണ്ണുകൾ ചുരുങ്ങി. ഈ വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും CCTV ഉള്ള കാര്യം അതിലെ ഞങ്ങളുടെ പുന്നാരേട്ടത്തിയുടെ ലീലാവിലാസങ്ങൾ പതിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഗൗതം ഒരു പുച്ഛത്തോടെ പറഞ്ഞു കഴിഞ്ഞതും ആകാശ് TV-യിൽ കുറച്ച് വിഷ്വൽ വന്നു. വിവേകി വീട്ടിൽ വന്നതും ശിവ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തതും ഇരുവർ റൂമിൽ പോകുന്നതും പാറു ഇവരെ കാണുന്നതും തുടർന്നുണ്ടായ പ്രശ്നങ്ങളും എല്ലാം അതിൽ കണ്ടു. അതെല്ലാം കണ്ടു കഴിഞ്ഞ എല്ലാവർക്കും ശിവാനിയോട് അറുപ്പും വെറുപ്പും തോന്നി. രുദ്രൻ ഒരു തരം മരവിപ്പ് അനുഭവപ്പെട്ടു. അച്ചു, ഒരാശ്രയമെന്നോണം രുദ്രൻ ആകാശിനെ വിളിച്ചു. നിക്ക്, എൻ്റെ ഏട്ടനെ ഏട്ടത്തിക്കുമുള്ള ഗിഫ്റ്റ് ഇനിയും തീർന്നിട്ടില്ല എന്ന് പറഞ്ഞ് ആകാശ് ഒരു വീഡിയോ അവൻ്റെ ഫോണിൽ പ്ലേ ചെയ്തു. അതിൽ ശിവാനി ഗൗരിയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കണ്ട ശേഷം രുദ്രൻ അവനോട് തന്നെ വെറുപ്പ് തോന്നി. രുദ്ര എണീറ്റ് വേഗം ശിവാനിക്കടുത്ത് പോയി അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. രുദ്ര, വേണ്ട, അവളെ വിട്, അവൾ ഗർഭിണിയാ, അവളുടെ വയറിലൊരു ജീവനുണ്ട്. ദീപികയും പ്രേയും ചേർന്ന് അവനെ പിടിച്ചു മാറ്റാൻ നോക്കി. വിടമ്മേ, എനിക്കിവിടെ കൊല്ലണം, പാവൻ്റെ പാറുവിന് ഞാൻ. അവൻ ബാക്കി പറയാൻ വാക്കുകൾ കിട്ടിയില്ല. അപ്പോഴവളുടെ കഴുത്തിൽ നിന്ന് അവൻ കൈയെടുത്തില്ല. രുദ്ര! വിശ്വനാഥൻ അലറി. അയാൾ പാഞ്ഞു വന്നു രുദ്രനെ പിടിച്ചു മാറ്റി ഒന്ന് കൊടുത്തു. ഇതെന്തിനാണെന്നറിയോ? എൻ്റെ രാജകുമാരിയെ വേദനിപ്പിച്ചതിന്. എവിടെ നിന്നാണെന്ന് എനിക്കറിയണ്ട. എൻ്റെ മോള് നാളെ രാവിലെ ഇവിടെ ഉണ്ടാവണം. ആരും ഇതിനെപ്പറ്റി ചർച്ച വേണ്ട. പിന്നെ ശിവ, നിനക്ക് ഇന്നൊരു രാത്രി ഇവിടെ നിൽക്കാം, രാവിലെ ഇവിടെ നിറയിക്കോണം. എല്ലാവരും റൂമിൽ പോകാൻ നോക്കും. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ റൂമിൽ പോയി. ഹാളിൽ രുദ്രനും ആകാശും ഗൗതമും അക്ഷയും മാത്രം ബാക്കിയായി. രുദ്രനാകെ മരവിച്ച അവസ്ഥയിലായിരുന്നു. അവർ 3 പേർ രുദ്രൻ്റെ അടുത്ത് പോയി തറയിലിരുന്നു. രുദ്ര! ആകാശ് അവൻ്റെ തോളിൽ പിടിച്ച് കുലുക്കി. അവൻ തലയുയർത്തി നോക്കി. രുദ്ര, ഞങ്ങൾ 3 പേരെക്കാൾ അവൾക്ക് പ്രിയം നിന്നോടായിരുന്നു. ഞങ്ങളെക്കാളും മുന്നേ അവളുടെ മനസ്സറിയുന്നത് നീയായിരുന്നു.
നിനക്ക് അവളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഗൗതം പറഞ്ഞു. പെട്ടെന്ന് രുദ്രൻ കണ്ണനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എനിക്കെൻ്റെ പാറുവിനെ മനസ്സിലാക്കാൻ പറ്റിയില്ലടാ. അവളെ രാത്രിയിൽ എവിടെ പോയി കാണും? അവൾക്കിരുട്ട് പേടിയല്ലേ? രുദ്രൻ പേടിയോടെ പറഞ്ഞു. പാറു സേഫാണ്. പെട്ടെന്ന് അച്ചു പറഞ്ഞു. അത് നിനക്കെങ്ങനെ അറിയാം? രുദ്രൻ ചോദിച്ചു. ഞാൻ അപ്പോൾ കാണിച്ചെന്ന വീഡിയോ പാറു എനിക്ക് അയച്ചെന്നാണ് എന്ന് പറഞ്ഞ് അവൻ ഫോൺ കാണിച്ചു കൊടുത്തു. എന്നാലും അച്ചു അപ്പോൾ ഒരു ടെൻഷനോട് പറഞ്ഞു. നോക്കാം, നമ്മുടെ പാറുവല്ലടാ, അവൾക്ക് നമ്മളെ വിട്ട് പോകാൻ പറ്റുമോ? നിങ്ങൾ പോയി കിടക്കാൻ നോക്ക്, ആകാശ് പറഞ്ഞു. സമാധാനിപ്പിക്കാൻ നോക്കി. എന്നാലും അവൻ്റെ മനസ്സിൽ തീ പുകഴുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും റൂമിൽ പോയി. ദേവമംഗലത്തെ ലൈറ്റ് അണഞ്ഞു. എന്നിരുന്നാലും എല്ലാവരുടെയും ഉള്ളിൽ അഗ്നിപർവ്വതം എരിഞ്ഞുകൊണ്ടിരുന്നു. ആ ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 മാസമായിരിക്കുന്നു. ഇപ്പോഴും തൻ്റെ പാറുവിനെ പറ്റി ഒരു വിവരവും കിട്ടില്ല. തൻ്റെയും ശിവാനിയുടെയും ഡിവോഴ്സ് കഴിഞ്ഞു. ആദ്യം അവർ വിസമ്മതിച്ചു. പക്ഷെ കോടതിയിൽ പാറു അയച്ചെന്ന വീഡിയോ കാണിച്ചപ്പോൾ ഡിവോഴ്സ് കിട്ടാൻ എളുപ്പമായിരുന്നു. വസുന്ധരപ്പച്ചി ദേവമംഗലത്തെ താമസമാക്കി. അച്ചുവും കണ്ണനും അപ്പവും അവർക്ക് പറ്റുന്ന പോലെ അവരുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. രുദ്ര, അവിനാശ് വിളിച്ചപ്പോൾ രുദ്രൻ സ്വഭാവത്തിലേക്ക് വന്നത്. എന്താടാ? രുദ്രൻ ചോദിച്ചു. ഡാ, സമയം വൈകി. എപ്പോൾ വന്നതാ? വീട്ടിൽ പോവാൻ നോക്ക്, അവി പറഞ്ഞു. അവി, വീട്ടിൽ പോകാൻ എല്ലാവരുടെയും അവഗണന, രുദ്രൻ പറഞ്ഞു നിർത്തി. അവി അവനെ വേദനയോടെ നോക്കി. ബാൽക്കണിയിൽ എന്തോ ആലോചനയിൽ നിൽക്കുന്ന മഹയാണ് റൂമിലേക്ക് വന്ന് കാശി കാണുന്നത്. എന്താണ് മഹിക്കുട്ട, ചിന്താവിഷ്ടയ സീതയെ പോലെ നിൽക്കുന്നത്? കാശി ഒരു പ്രത്യേക ഈണത്തിൽ കുറുമ്പോട് ചോദിച്ചു. മഹി അവനെ കണ്ടെന്ന് പുഞ്ചിരിച്ചു. ഞാൻ നിന്റെ ഭാവി ഏട്ടത്തമ്മയെ സ്വപ്നം കാണുവാടാ. അവനും അതേ ഈണത്തിൽ മറുപടി കൊടുത്തു. ആരെ? എൻ്റെ ഗൗരിക്കുട്ടിയെയോ? അവനൊരു ആകലിയോടെ ചോദിച്ചു. അതേല്ലോ, നിന്റെ ഗൗരിക്കുട്ടിയെ തന്നെയാ, അവൻ എന്തോ ആലോചിച്ച് പറഞ്ഞു. പെട്ടെന്നാണ് എന്താ പറഞ്ഞെന്ന് മഹിക്ക് ബോധം വന്നത്. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു അവനെ നോക്കിയിളിക്കുന്ന കാശിയെ. എനിക്ക് അപ്പോഴും തോന്നി ഏട്ടൻ്റെ പാറുവിനോട് പ്രേമാണെന്ന്. കാശി ഒരു ലയോടെ പറഞ്ഞു. ഒന്ന് പോടാ ചെറുക്ക, എനിക്ക് അവിടെ പ്രേമൊന്നുമല്ല. ഒന്നല്ലേലും അവൾ നമ്മുടെ അപ്പച്ചിയുടെ മോളല്ലേ, അത് അവൾക്ക് അറിയില്ലെങ്കിലും എനിക്കറിയാലോ. അപ്പം അതിൻ്റെ ഒരു കെയറിങ്ങാ. അവൻ ബാൽക്കണിയിലുള്ള ഊഞ്ഞാലിരുന്നു. കാശി അവൻ്റെ തൊട്ടപ്പുറത്തും വന്നിരുന്നു. ഏട്ടാ, എന്നോട് കള്ളം പറയാൻ നോക്കണ്ട, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ചേച്ചിനെ കാണുമ്പോൾ ഇവിടെ ഇരുന്ന കണ്ണുകളെ, കാശി പറഞ്ഞു. അവൻ അതിന് മറുപടിയായി ഒരു ചെറു പുഞ്ചിരി നൽകി. കാശി, നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ നമ്മളിവിടെ വന്ന ലക്ഷ്യം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു മുംബൈയിൽ പോകും, മഹി പറഞ്ഞു. ഇനി എപ്പോഴേട്ടാ? 8 വർഷമായി നമ്മൾ മുംബൈ നഗരി വിട്ടിട്ട്. ഇനി പോയാലും ഏട്ടന്? കാശി ബാക്കി പറയാനവൻ നിർത്തി. ഇല്ല കാശി, ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. എൻ്റെ മനസ്സ് മുംബൈയിലാണ്. എന്നെ ഞാനാക്കിയത് മുംബൈ നഗരമാണ്. ഏറിപ്പോയ ഒരു മന്ത്, അതിനുള്ള ഇത്രയും വർഷത്തെ നമ്മുടെ കാത്തിരിപ്പ് അവസാനിക്കും, മഹി പറഞ്ഞു. അവൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. വിടാൻ പാടില്ല ഏട്ടാ, അവരെ, നമ്മുടെ പ്രിയപ്പെട്ട ബാല്യം നമുക്ക് നഷ്ടമാക്കിയവർ. കാശിയുടെ കണ്ണിൽ പാകി എരിഞ്ഞു. കിച്ചു, നിനക്ക് അമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ? മാഹി അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ഉണ്ടേട്ടാ, വല്ലാതെ. പക്ഷെ അമ്മയുടെ വാശി. അവൻ എന്തോർത്തതുപോലെ നിർത്തി. ഈ വർഷം നമ്മുടെ കാത്തിരിപ്പിന് വിരാമം ഞാൻ കുറിക്കും. ഇത് നിനക്ക് ഞാൻ തരുന്ന വാക്ക് കിച്ചു, മാഹി അവൻ്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. അതൊക്കെ വിടണം മിസ്റ്റർ മഹാദേവൻ. എനിക്കെൻ്റെ ഗൗരിക്കുട്ടി എടുത്തിയായി കിട്ടാൻ വല്ല വകുപ്പുണ്ടോ? പരിഗണിക്കാം, മഹി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ലാപ്പിൽ എന്തോ കാര്യമായി നോക്കിയാണ് ഗൗരി. പെട്ടെന്നാണ് ഫോൺ റിങ് ചെയ്തത്. ഹലോ മിസ് ഗൗരിക്കുട്ടി, എന്താണ്, എന്നെ മറന്നോ? മറപ്പുറത്തുള്ള ആളുടെ ശബ്ദം കേൾക്കെ അവളുടെ ചുടുകളിൽ പുഞ്ചിരി വിരിഞ്ഞു. ഞാനാണോ നിന്നെ മറന്ന സിദ്ധു? നീ അവിടെ ബിസിയായിരിക്കുമെന്ന് വിചാരിച്ചു, ഗൗരി വാക്കുകളിൽ കപടദേഷ്യം നിറച്ചു പറഞ്ഞു. ഓഹോ, പിന്നെ ഗൗരി, ഞാൻ നിന്നെ വിളിച്ച് നെക്സ്റ്റ് മന്ത് ഞാൻ ശിവപുരത്ത് വരും. അതിന് നെക്സ്റ്റ് വീക്ക് നമ്മൾ ഫിൻലാൻഡിൽ വരും. പിന്നെ എനിക്ക് കാണണം നിന്റെ ജീവൻ രക്ഷിച്ച നിന്റെ മുറച്ചെറുക്കനെ. സിദ്ധു, വേഗം വാ. വസുന്ധരപ്പച്ചി, ശിവചേച്ചിയും വിവേകം എന്നെ തിരഞ്ഞു നടക്കുക. പേടിക്കേണ്ട ഗൗരി, മഹി അവൻ നിന്നെ രക്ഷിക്കും. നീ കഴിച്ചോ? എൻ്റെ ബുദ്ധൂസേ, ഇവിടെ നേരം വെളുത്തു വരുന്നുള്ളൂ. ഓ, നീ എപ്പോൾ എവിടെയാ? ദി സിറ്റി ഓഫ് ഏഞ്ചൽസ്, ലോസ് ഏഞ്ചൽസ്. യെസ്, ശരിയുടെ ഗൗരി, എനിക്കൊരു ഇമ്പോർട്ടൻ്റ് കോൺഫറൻസ് ഉണ്ട്, പിന്നെ വിളിക്കാവേ. ഓക്കെ കണ്ണ, വേഗം വരണം. വരാലോ ഗൗരീസേ. കോൾ ഡിസ്കണക്റ്റ് ആയതും
പാറു ചിന്തകളിലേക്ക് ഊളിയിട്ടു. തൻ്റെ എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ ചേർന്നിട്ടുള്ളവനാണ് സിദ്ധു. തൻ്റെ മാത്രം കണ്ണൻ, താനും മധുമയുമല്ലാതെ അവനാരും അങ്ങനെ വിളിക്കില്ല. എല്ലാവർക്കും ഞാൻ പാർവതിയാണെങ്കിൽ അവന് മാത്രം ഞാൻ ഗൗരിയായിരുന്നു. അവനല്ലാതെ എന്നങ്ങനെ ആരും വിളിക്കുന്നത് അവനിഷ്ടമല്ലായിരുന്നു. അങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ പിന്നെ ഒരാഴ്ച അവൻ അതിൻ്റെ പേരിൽ മുഖം വീർപ്പിച്ച് നടക്കും. ശരിക്കും തൻ്റെ സങ്കടവും സന്തോഷവും അവനേക്കാൾ മനസ്സിലാക്കിയ ഒരാൾ വേറെ ആരുമില്ല. പാറു, ദീപിക വിളിച്ചപ്പോഴാണ് പാറ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. എന്താമ്മേ, കഴിക്കാൻ വരണില്ലേ കുട്ടിയെ നീ? ആ വരുന്നമ്മേ. കുറേ ദിവസങ്ങൾക്ക് ശേഷം ലീവ് കഴിഞ്ഞെന്നാണ് കാശിയും പാറും കോളേജിൽ പോണത്. മഹി അവൻ്റെ പടക്കുതിരായ റോയൽ എൻഫീൽഡ് കാശിക്ക് കൊടുത്തു. കാശിയും പാറും അതിലാണ് ഇന്ന് കോളേജിൽ പോകുന്നത്. ചേച്ചി, കാശി മനയിൽ നോക്കി നീട്ടേങ്ങ് വിളിച്ചു. ദാ എത്തിയുടെ ചെറുക്ക. പാറു മനയുടെ ഉമ്മറത്ത് വന്ന് പറഞ്ഞു. ഒരു പീച്ച് കളർ സാരിയാണ് അവളുടെ വേഷം. മുടിയെല്ലാം വിടർത്തിയിട്ടിട്ടുണ്ട്. അഷ്, എൻ്റെ പാറുവിനെ കാണാൻ മുഞ്ചത്തിയായിരിക്കണം. കാശി അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു പറഞ്ഞു. ഒന്ന് പോട ചെറുക്ക, നീ വണ്ടി തിരിച്ച് പോകാം. അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി ബുള്ളറ്റിൽ കയറിക്കൊണ്ട് പറഞ്ഞു. കാശി ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി. അല്ല ചേച്ചി, നിനക്ക് വണ്ടിയിലിരിക്കാൻ പേടിയുണ്ടോ? എന്തിന്? ഞാൻ കോളേജ് ആയിരുന്ന കാലത്ത് എൻ്റെ സിദ്ധക്കുട്ടനും ഞാനും ബുള്ളറ്റിലാ പോവാ, അവൾ പറഞ്ഞു. സിദ്ധുക്കുട്ടനോ? കാശിയൊരു സംശയഭാവത്തിൽ ചോദിച്ചു. യെസ്, സിദ്ധാർത്ഥ മേനൻ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. സിദ്ധുവിനെ പറ്റി പറയുമ്പോൾ ഗൗരിയുടെ കണ്ണുകൾ വിടർന്നു. അവൾ അവനെ പറ്റി കോളേജ് എത്തുന്നവരെ വാതൂരാതെ സംസാരിച്ചു. കോളേജിന് മുന്നിൽ കാശിയെ കാത്തു നിൽക്കുവാണ് രണ്ടെണ്ണം. കോളേജ് ഗേറ്റ് കടന്നു വരുന്ന കാശിയുടെ ബുള്ളറ്റും അതിന് പിന്നിലിരിക്കുന്ന പാറുവിനെയും കാണെ ദേവുവിൻ്റെയും ശ്രീകുട്ടിയുടെയും കിളികൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. അവർ കാശിയുടെ അടുത്ത് പോയി.